വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ യുവ പേഴ്സണൽ ലോണ് പറ്റിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ലോണാണ്. നമുക്ക് എത്ര രൂപ എലിജിബിൾ കിട്ടുമെന്നും അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നും ആ ഒക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയതായിട്ട് എല്ലാവരും ചാനലിലേക്ക് വന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആ ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ കാണിക്കാട്ടെ സ്ക്രീൻ റെക്കോർഡ്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിന് ശേഷം യുവ പേഴ്സണൽ ലോൺ എന്ന് സെർച്ച് ചെയ്യുക. യുവ എന്നടിച്ചാലേ വരും. രണ്ടാമത്തെ കിടക്കണണ്ട ഇൻസ്റ്റാൾ കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെൻഡിങ് പാർട്ട്നേഴ്സ് ആരാ നോക്കാം. അബൌട്ട് സെക്ഷനിൽ പോവുക. എലിജിബിലിറ്റി ഫോർ ഇന്ത്യൻ സിറ്റിസൻസ്, അതായത് ഇന്ത്യൻ സിറ്റിസനായിരിക്കണം, വാലിഡ് പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, മന്ത്ലി ഹൗസ് ഹോൾഡിങ് 25ൻ്റെ മുകളിലിരിക്കണം, വാലിഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം. ഓക്കെ, നമുക്ക് നേരെ ഇനി ആപ്ലിക്കേഷൻ നേരെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ എന്ത് ചെയ്താൽ ആദ്യത്തെ തുടക്കത്തിൽ നമുക്കൊരു 500 രൂപ തന്നെ എലിജിബിൾ ആയി കിട്ടുള്ളൂ വൈസ്. ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഈ ആപ്പിൽ ട്രൈ ചെയ്യാവുന്നതാണ്. RBI അബ്രൂഡാണ്. ഓപ്പൺ കൊടുക്കുക. നമുക്ക് കുറേ പെർമിഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഫോൺ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഒരു OTP ഒന്ന് വരും. നിങ്ങളുടെ ഫോൺ നമ്പർ, രജിസ്റ്റേർഡ് ഫോൺ നമ്പർക്ക് ഒരു OTP ഒന്ന് വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP വരുന്നില്ല, ഒന്ന് റീസെൻറ്റ് കൊടുക്കുക. വന്നില്ല എന്നുണ്ടെങ്കിൽ റീസെൻറ്റ് കൊടുക്കുക. OTP ഇപ്പം ഒന്ന് വരുമെന്ന്. OTP വന്നിട്ടുണ്ട്, യുവ എന്ന്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. മൈ ലോൺ 500 മുതൽ. ഇവിടെ 500 മിനിമം കിട്ടുള്ളൂ. അത് മിനിമം അല്ല, ഫസ്റ്റ് ടൈമിൽ ആദ്യ ടൈമിൽ നമുക്ക് 500 രൂപ കിട്ടുക. ഇനി ഇപ്പോൾ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 250, ഇൻട്രസ്റ്റ് ആണ് 15, ഫീസ് 126, അങ്ങനെ ടോട്ടൽ 391 രൂപ നമുക്ക് ആദ്യത്തെ മന്ത്. നേരത്തെ ഒരു കോള് വന്നതാണ് ഗൈസ്. അപ്പോൾ അതാണ് ആദ്യത്തെ മന്ത് നമുക്ക് 250, ഇൻട്രസ്റ്റ് ആണെങ്കിൽ 15, ഫീസ് ആണെങ്കിൽ 126, ടോട്ടൽ 391 റുപ്യ നമുക്ക് ആദ്യത്തെ മന്ത് പേ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 250, ഇൻട്രസ്റ്റ് മാത്രം 8, അങ്ങനെ 250, അങ്ങനെ 2 EMI ആയിട്ട് നമുക്ക് 500 രൂപേൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ടോട്ടൽ 649 റുപ്യ ടോട്ടൽ നമ്മൾ റീപേയ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ
മുന്നോട്ട് പോവുക, നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇനി നമുക്കിവിടെ എനിക്കിങ്ങോട്ട് കണ്ണോട്ട് എലിജിബിൾ എന്ന് കാട്ടുന്ന 9 days ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇതിലെന്തായാലും അപ്രൂവ്ഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 500 രൂപ നമുക്ക് പെട്ടെന്ന് തന്നെ എലിജിബിൾ ആകും. അത് റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി കിട്ടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാവരും ചെയ്യാട്ടോ ഗൈസ്.